കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിരേ, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിരേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ മൗനവും എളിമയും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. മൗനവും എളിമയും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. നീ മൗനമായിരിക്കുമ്പോൾ നീ ശരിക്കും പറഞ്ഞാൽ എളിമപ്പെട്ടിരിക്കുകയാണ്. അത് പ്രായശ്ചിത്തമാണ്. മൗനത്തിന് പ്രായശ്ചിത്തത്തിൻ്റെ വാല്യൂ വരും ചില സമയത്ത്. പറഞ്ഞാൽ മനസ്സിലായോ? മൗനത്തിന് പ്രായശ്ചിത്തത്തിൻ്റെ വാല്യൂ വരും. ഈ മൗനത്തിന് പ്രായശ്ചിത്തത്തിൻ്റെ വാല്യൂ വന്നാൽ ഉണ്ടാകുന്ന ഗുണമെന്താ? അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അമ്മ പലപ്പോഴും മൗനമായിരിക്കുമല്ലോ, ഇല്ലേ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയണത് മൗനമാണ് ശരിക്കും. നമ്മൾ ഇടയ്ക്ക് പറയത്തില്ലേ, 8:21-11:27 ലുക്കാൻ്റെ സുവിശേഷം, യേശുവിൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഉടമ്പടി കാലത്തെങ്കിലും കാര്യം എന്താണെന്ന് അറിയുക, ഈ ഉടമ്പടി കാലം എന്ന് പറഞ്ഞാൽ എന്താ? അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിക്കേണ്ട കാലമാണ്. പക്ഷേ ഈ അത്യുന്നതിൻ്റെ ശക്തി എവിടെയാണ് പ്രവർത്തിക്കുന്നത്? വാഗ്ദാന പേടകത്തിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. കാണുന്ന പാട്ടി പ്രവർത്തിക്കത്തില്ല. നമ്മൾ ഉടമ്പടി എടുക്കണത് എന്തിനാ? നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുക വഴി ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദാന പേടകമായി കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഞങ്ങൾ പല പുതുക്കലൊക്കെ വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? വാഗ്ദാന പേടകമായി വ്യക്തികൾ വചനം പാലിച്ച് വ്യക്തികൾ വാഗ്ദാന പേടകമായി കൺവേർട്ട് ചെയ്യുമ്പോഴേ ഇപ്പം ജോഷുവ എന്നാ പറയണത്? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. എന്നിട്ട് അടുത്ത പരിപാടി എന്താ? നിങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം സഞ്ചരിക്കും. അതാണ് ജോഷുവ പറയണത്. നമ്മൾ 3:5 ജോഷുവ 3:5 തൊട്ടിങ്ങോട്ട് വായിച്ച് വരുമ്പോൾ 14 എത്തുമ്പോഴേ ഈ ശുദ്ധീകരിക്കപ്പെട്ട ജനത്തിൻ്റെ മുമ്പേ വാഗ്ദാന പേടകം സഞ്ചരിക്കണത് കാണാം. ഈ ഉടമ്പടിയുമായിട്ട് ഏറ്റവും ആദ്യ കാലങ്ങളിൽ ദൈവം തന്ന വാക്കാണിത്. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് 48 കൊന്ത ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദ്യം തന്ന വാക്കാണ്. എന്താണ്? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ആ ശുദ്ധീകരണത്തിലൂടെ ഉള്ള ശക്തീകരണം നമുക്ക് ലഭിക്കണത് നമ്മൾ ശുദ്ധീകരണത്തിലൂടെ നമ്മൾ വാഗ്ദാന പേടകമായി മാറുകയാണ്. കാര്യം എന്താണ്? കർത്താവ് അവൻ പറയണത് പോലെ ചെയ്ത്. ഇപ്പം അമ്മ എങ്ങനെയാണ് വാഗ്ദാന പേടകമായത്? ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞപ്പോഴേ, ഇതാ എൻ്റെ കർത്താവിൻ്റെ ദാസിയെന്ന് പറയുന്നതിൻ്റെ കൂടെ അമ്മ ഒരു വാക്കുകൂടി പറഞ്ഞായിരുന്നു. എന്താണ്? അങ്ങനെ വചനം പോലെ എന്നിലെ, അങ്ങനെയാണ് വാഗ്ദാന പേടകമായി മാറുന്നത്. ഉടമ്പടി എടുത്ത ആൾക്കാർ ശ്രദ്ധിക്കണേ, പൊട്ടങ്ങളൊക്കെ ഉടമ്പടി എടുക്കരുത്. നമ്മൾ വാഗ്ദാന പേടകമായി മാറുന്ന ടെക്നിക്കുണ്ട്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് എന്തിൻ്റെ ദാസിയാ? വചനത്തിൻ്റെ ദാസിയാ. പിടികിടിയോ? നമ്മൾ 1:38 ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണത് എന്തിൻ്റെ ദാസിയാ? കർത്താവിൻ്റെ വചനത്തിൻ്റെ ദാസനും ദാസ്യമാണ്. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഒരു അടിമയെപ്പോലെ കർത്താവിൻ്റെ വചനം പാലിച്ചു കൊള്ളാമെന്നാണ് പറയണത്. അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഇല്ലാതെ കർത്താവിൻ്റെ വചനം ഒരു അടിമയെപ്പോലെ പൂർണ്ണമായിട്ടും അനുസരിച്ച് കൊള്ളാം, തർക്കമില്ലാതെ. ഇവർ രണ്ടുപേരും തർക്കമില്ലാതെ കർത്താവിൻ്റെ വചനം അനുസരിച്ച ആൾക്കാരാണ്. അതാണ് 53:7 ഐസയാ വചനങ്ങൾ എന്താ പറയണത്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. തർക്കമില്ലാതെ കർത്താവിൻ്റെ വചനം കുരിശെക്കുറിച്ച് മുൾക്കിരീടം മൗനമായിട്ട് ഏറ്റെടുത്ത്. നിങ്ങൾക്കറിയാവോ, ഞാൻ ഉടമ്പടി പുസ്തകം ബിഷപ്പുമായിട്ട് ആദ്യം ചർച്ച ചെയ്തപ്പോൾ ബിഷപ്പിനോട് പറഞ്ഞു, ആ മാതാവിൻ്റെ പടം താഴേക്ക് ഇറക്കി വെക്കണം. കർത്താവ് ആണ് ആദ്യത്തെ വാഗ്ദാന പേടകമെന്ന്. കാരണം ബൈബിള് രണ്ടും വാഗ്ദാന പേടകമാണല്ലോ.
ഉടനെ നമ്മൾ മാതാവിൻ്റെ പടം വാഗ്ദാന പേടകത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് മുകളിൽ കർത്താവിൻ്റെ സ്പേസ് ബ്ലാങ്ക് ഇട്ടുക. അതിലെ പുതിയ അമ്പിൾ ഇറങ്ങിയിരിക്കണത്, പുതിയ അമ്പിൾ അങ്ങനെ ഇറങ്ങിയിരിക്കണത്. അതിൻ്റെ കാര്യം, ഈ കർത്താവിൻ്റെ വാക്ക് വചനം മാംസമാകുമ്പോഴും വാഗ്ദാന പേടകമാകുകയാണ്. ബൈബിളിലെ ഈ മനുഷ്യാവതാരത്തിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. എന്നിട്ട് നമ്മൾക്കും വാഗ്ദാന പേടകമാകാം എന്നാണ് ഈശോ പറയുന്നത്. ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ദേ ഇരിക്കണൊക്കെയാണ് എൻ്റെ അമ്മയെന്ന് പറയും. എന്താണ്? നമ്മൾ വാഗ്ദാന പേടകമാണെന്ന്. എപ്പോഴാണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളും വാഗ്ദാന പേടകമായി മാറും. അപ്പോഴാണ് ഈ വാഗ്ദാന പേടകമാകുമ്പോഴാണ് 46 അനുസരിച്ചിട്ട് അതിനതിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. പുറപ്പാട് 46 അത്തിനതിൻ്റെ ശക്തി ആവശ്യിച്ചു എന്ന് പറയണില്ലേ? ആരിലാണ്? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ, പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ മേലാണ് അത്തിനതിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് വേണമെങ്കിലും ജോലി വേണമെങ്കിലും എന്താ വേണ്ടത്? അത്തിനതിൻ്റെ ശക്തി ആവശ്യിച്ചാൽ മതിയാവും. പിടിയോ? ഇപ്പം ചില ആൾക്കാരൊക്കെ കയറിപ്പോണമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്ന് തന്നെ പോവുകയാണ്, എൻ്റെ മകൾ പ്ലെയിനിലാണെന്നൊക്കെ പറയണല്ലേ. അതാ എല്ലാം അത്യുന്നതൻ്റെ ശക്തിയാണ് ശരിക്കും. അതിന് ആ മേഖലകളിലേക്ക് പ്രവർത്തിക്കുകയാണ് അവിടെ. ഇപ്പോൾ കറണ്ട് അച്ഛൻ്റെ സ്വരം മെഗാഫോണിൽ കേൾക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ആയിട്ട് കേൾക്കുന്നു, വലുതായിട്ട്. കറണ്ട് തന്നെയാണ് കാറ്റായിട്ട് വരണത്. എല്ലാ മേഖല, IELTS ആയാലും എമിഗ്രേഷൻ ആയാലും PR ആയാലും നിൻ്റെ മാനസാന്തരമായാലും നിനക്ക് വിവാഹമായാലും പ്രവർത്തിക്കണത് എന്താ? അത്യുന്നതിൻ്റെ ശക്തിയാണ്. അത് ആവശ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാഗ്ദാന പേടകമായി മാറണത്. നമ്മൾ വാഗ്ദാന പേടകമാകാൻ വേണ്ടിയാണ് എളിമപ്പെട്ട് വചനത്തോട് കർത്താവിൻ്റെ ദാസി എന്ന് പറയണത്. അങ്ങനെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എളിമപ്പെടുന്നതിൻ്റെ പ്രോസസ്സ് അതാണ്. അപ്പോൾ ഉടമ്പടി ഒരു ജീവിത സംസ്കാരമാണ് ബൈബിളിലെ, അല്ല പുതിയ കാര്യമല്ലത്. ഉടമ്പടി ജീവിത സംസ്കാരമാണ്. അതിൻ്റെ അകത്ത് എളിമപ്പെടൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് ജോഷുവ പറഞ്ഞിട്ട് ശുദ്ധീകരിച്ച ജനത്തിനോട് എന്താ പറയണത്? വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കും. ശുദ്ധീകരിച്ച ജനത്തിൻ്റെ മധ്യത്തിൽ ജോർദാൻ നദിയിലെ വാഗ്ദാന പേടകം ലേവ്യപുരോഹിതന്മാരെ ഇറക്കി നിർത്തുമ്പോൾ കൊയ്ത്തുകാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ, കൊയ്ത്തുകാലത്താണ് ജോർദാൻ വാഗ്ദാന പേടകം ഇറക്കി ജോർദാനിൽ നിർത്തണമെന്ന് ഓർക്കണം. കൊയ്ത്തുകാലത്ത് ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലമാണ്. അതാണ് 3:22. ജോർദാൻ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുമ്പോഴാണ്, അല്ല വറ്റിക്കിടക്കണ വേനൽക്കാലത്തല്ലേ. ഇവർ വാഗ്ദാന പേടകം ഇറക്കി ജോർദാനിൽ നിർത്തണം എപ്പോഴാണ്? കൊയ്ത്തുകാലത്താണ്. എന്ന് വെച്ചാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന കാലത്താണ്. നിൻ്റെ കടങ്ങൾ കരകവിഞ്ഞൊഴുകുമ്പോൾ കർത്താവ് അതിനെ ഭിത്തി കെട്ടിത്തിരിക്കും. എന്നിട്ട് നടുക്ക് കൂടി നീ കടന്നു പോകും. കൈയടിച്ച് കർത്താവ് സ്വരില്ല. എൻ്റെ ആത്മത്തിനില്ലായ്മയും എൻ്റെ അകതാരിൻ വല്ലായ്മയും, എൻ്റെ ആത്മത്തിനില്ലായ്മയും എൻ്റെ അകതാരിൻ വല്ലായ്മയും സർവം യേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവം യേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. പരിശുദ്ധപരമത്തിന്റെ കാരുണ്യത്തിന്. അപ്പോൾ എത്ര മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായാലും അതാണ് നല്ല രസകരമായ സംഭവമാണ്. ജോഷുവയുടെ 3:5 മുതലുള്ള വചനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കൊയ്ത്തുകാലത്താണ് ജോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്. ഈ കൊയ്ത്തുകാലത്താണ് ജോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോഴാണ്
വാഗ്ദാന പേടകം ഇറക്കി ജോർദാനിൽ ചവിട്ടി നിൽക്കണത്. അപ്പോഴാണ് എന്ത് സംഭവിക്കണത്? ജോർദാൻ വിണ്ട് കീറിയിട്ട് ജലം ഭിത്തി പോലെ മാറി നിൽക്കുമെന്ന്. അപ്പം നിങ്ങളവർക്ക് ഇതൊക്കെ ബൈബിൾ കഥയല്ലേ, ഇപ്പം എന്നാ നടക്കാൻ പോകണമെന്ന്. ഇപ്പം പിന്നെ എന്താണ് വിജയചന്ദ്രിക പറഞ്ഞത്? ഇപ്പം എന്താ വിജയചന്ദ്രിക പറഞ്ഞത്? അവരുടെ കിഡ്നിയിൽ വലിയൊരു മുഴയാണ് അല്ലേ? ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? വലിയ മുഴയായിട്ട് രക്തത്തിലൂടെ ബ്ലഡ് വന്നുകൊണ്ടിരുന്നത് പറഞ്ഞില്ലേ, കേട്ടില്ലേ അല്ലേ? ആശുപത്രി ചെന്നപ്പോൾ, ഉടമ്പടി ചെയ്തിട്ട് ആശുപത്രി ചെന്നപ്പോൾ മുഴ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. കാണാനില്ലെന്ന് പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാമോ? കാണാനില്ലെന്ന് പറയണത് കർത്താവിൻ്റെ ഇടപെടലാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് കർത്താവ് പറയും. കൈയടിച്ച് കർത്താവ് എന്റെ വിശ്വാസധാരയിങ്കൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ വിശ്വാസധാരയിങ്കൽ ആ പ്രത്യാശ നീ മാത്രമേ. അമ്മേ അംബികേ വരിയന്റെ ചാരേ എൻ ഹൃത്തടം വെണ്മയാക്കിടാൻ. അമ്മേ അംബികേ വരിയന്റെ ചാരേ എൻ ഹൃത്തടം വെണ്മയാക്കിടാൻ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇപ്പം കാണാനില്ലെന്ന് പറയണത് എന്താണ്? ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ സ്വഭാവമാണത്. ദൈവിക ഇടപെടലിൻ്റെ സ്വഭാവമാണ്. അതാണ് പുറപ്പാട് 14:13. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങളെ കാണത്തില്ല. ഊരിപ്പിടിച്ച വാളുമായിട്ട് പിടരിച്ചെത്താൻ വേണ്ടി പുറകെ ഓടി വരികയാണേ. അവരെ നാളെ കാണത്തില്ലെന്ന്. ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കടക്കാരൻ വീട്ടിൽ കയറിച്ചും പറയേ, നാളെ ഞങ്ങൾ നിൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ വരികയാണ്. ഇന്നലത്തെ സാക്ഷ്യം നോക്കിയാൽ മതി, യൂട്യൂബിൽ കിടപ്പുണ്ട്. നാളെ നിങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങൾ താമസിക്കാൻ വരികയാണ്. കാശില്ലാതെ തരാതെ ഞങ്ങൾ പുറത്ത് പോകത്തില്ല. അപ്പോൾ നാട്ടിൽ നമുക്കാണ് നടക്കിടകത്തില്ലേ അല്ലേ? അവരെന്നാ ചെയ്തത്? നേരെ വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അമ്മയിൽ അഭയം പ്രാപിക്കണം. ഈ ചെയ്യണ ആൾക്കാർക്ക് തോന്നണേ, അഭയം പ്രാപിക്കണ ഒരു പരിപാടിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവമായിട്ട് നമ്മളൊരു ഉടമ്പടി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ യുദാസും ഞങ്ങളെൻ്റെ പെട്ടിക്കൊണ്ടെന്ന് അപേക്ഷിച്ചിട്ട് വെച്ചും പോകണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പം വന്നത്, എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. ഇത് പ്രിസൈസ് പ്രയറാണ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴോ കർത്താവേ ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമെന്ന്. 57 സങ്കീർത്തനം 1. സങ്കീർത്തനം 57:1. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നവരെ. അപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, വിനാശമുണ്ടാകാം, കൊടുങ്കാറ്റാകാം, പക്ഷേ കടന്നു പോകുന്ന കർത്താവിൻ്റെ വചനം പറയണത് എപ്പോഴാണ്? നീ എൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമ്പോൾ. ഉടമ്പടി നിബന്ധന നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ ഒരു സുരക്ഷിത ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുകയാണ്. ഇവർ അഭയം പ്രാപിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നുവെച്ചും സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് ഞങ്ങൾക്ക് ഒരു അമ്മയെടുത്ത് ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അമ്മ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യുമെന്ന് അവർക്ക് ബോധ്യമായി. അപ്പം ഞങ്ങൾക്ക് ഒരു നിലനിർത്ത ഡേറ്റ് കൂടി തരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചപ്പോൾ അവരിങ്ങോട്ട് പറയണേ, ഞങ്ങൾ നിങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാശ് കിട്ടാൻ കാലത്ത് വന്നാൽ മതി, ഞങ്ങളാരും നിങ്ങളുടെ വീട്ടിൽ വരത്തില്ലെന്ന്. ഇതാണ് ഒരവസ്ഥ. ജോർദാൻ വറ്റി 2 ഘടകമായി മാറി നിൽക്കുക. കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകിയ ജോർദാനല്ലേ, അത് വാഗ്ദാന പേടകം ഇറക്കി വെക്കുമ്പോൾ നടുക്ക് വഴി വിട്ടുണ്ട് 2 സൈഡിലായിട്ട് ഭിത്തി കെട്ടി പോലെ നമ്മളെ വിഴുങ്ങാൻ വന്നവർ മാറി നിൽക്കും.
ഈ വിഴുങ്ങാൻ വന്നവർ മാറി നിൽക്കുമെന്നുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് കേട്ടുകൊണ്ടിരിക്കണം. പണ്ടാരാണ്ട് കടവൂർ ചന്തയിൽ മീൻ മേടിക്കാൻ മകളെ ഇതിന് മരുന്ന് മേടിക്കാൻ വേണ്ടി വിട്ടാൽ പറഞ്ഞ് നീ കലവൂര് പോയി മരുന്ന് മേടിച്ചോ, പോണ വഴിക്ക് കൃപാസനത്തിൽ കയറി ഒരു ഉടമ്പടി എടുത്തോളാൻ. അങ്ങനെ കുറേ പേപ്പട്ടികളുണ്ട്. അങ്ങനെയൊക്കെ ഉടമ്പടി എടുത്താൽ എന്ത് ചെയ്യും? ചിലർ ഇവിടെ വന്ന് കിടന്ന് ബഹളമാണ്, ഇപ്പം പോകണമെന്ന്. അങ്ങനെയല്ല, കർത്താവുമായിട്ടൊരു തീരുമാനം എടുത്ത് ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന സ്ഥലത്ത് ഇറക്കി നിർത്താൻ പറ്റിയ രൂപത്തിൽ ദൈവവുമായിട്ട് ഉറപ്പ് വരുത്താനാണ് നമ്മൾ ചെയ്യണത്. ആ ഒരു ബോധത്തിലാണ് ചെയ്യുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പുതുക്കി നടക്കണം എനിക്ക് അരിശമാണ്. ഇത് എന്നോട് ആദ്യം ഈശോ പറഞ്ഞത് 90 ദിവസമേ ഉള്ളെന്നാണ്. ഇപ്പോഴും ഞാൻ അത്രേ പറയത്തുള്ളൂ. ഉടമ്പടി 90 ദിവസം. പിന്നെ പുതുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഉടമ്പടിയിൽ പേപ്പർ എഴുതിയിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പുതുക്കാമെന്ന്. അതാണ് ഉടമ്പടിയുടെ പ്രൈമറി രൂപം എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം കഴിയുമ്പോൾ നീല പേപ്പർ കിട്ടണമെങ്കിൽ സാക്ഷ്യം പറഞ്ഞിരിക്കണം, അല്ലാത്തവർക്ക് നമ്മൾ നീല പേപ്പർ കൊടുക്കത്തില്ല. എന്തോ ഒരു പന്തികരുണ്ടെന്നാണ് അച്ഛൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങൾ തോന്നുന്നത്. കാര്യം ഈ നീല പേപ്പർ കിട്ടിയവർ ഇന്ന് വരെ ദൈവാനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മിക്കവാറും അനുഭവങ്ങൾ കിട്ടിയവർ സാക്ഷ്യം പറഞ്ഞവരും ആണ് ഇപ്പം ചെയ്തിരിക്കണത്. പക്ഷേ ഇനി അത് ശ്രദ്ധിച്ച് സെറ്റാക്കും. അത് കാര്യം സാക്ഷ്യം പറയണ പ്രാർത്ഥനയാണിത്. ജീവിതം മാറ്റിമറിച്ച് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്ന ഷാർപ്പ് ഷൂട്ടറാ. അത്രയും കറക്റ്റായിട്ടാണ് ഉടമ്പടിയിൽ ഈ എത്രയോ വർഷങ്ങളായിട്ട് ദൈവം ലോകത്തോട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ എല്ലാ ഫോർമുലയും വളരെ മാത്തമാറ്റിക്കലായിട്ട് പ്രിസർവ് ചെയ്താണ് നമുക്ക് അമ്മ തന്നിരിക്കുന്നത് മരിയൻ ഉടമ്പടിയായിട്ട്. അപ്പം എൻ്റെ മക്കളെ, അത് നിത്യത വരെ നിലനിൽക്കുകയും നിത്യത വരെ നമുക്ക് സമർത്ഥമായ കൃപയാൽ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഒരു ദൈവ സംവിധാനമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. എന്റെ വിശ്വാസധാരയിങ്കൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ വിശ്വാസധാരയിങ്കൽ ആ പ്രത്യാശ നീ മാത്രമേ. അമ്മയമ്പികേ വരിയന്റെ ചാരേ നൃത്തടം വെണ്മയാക്കുവാൻ. അമ്മയമ്പികേ വരിയന്റെ ചാരേ നൃത്തടം വെണ്മയാക്കുവാൻ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ എഴുന്നേൽക്കുക. കർത്തൃസന്നിധിയിൽ വേണ്ടത്ര വചനങ്ങൾ കേട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്താണ് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിപ്പിക്കണം. രോഗികളെ കൃപാസനത്തിന് വരദാനമായി ദൈവം നൽകിയ ഒരു പ്രാർത്ഥനാ രീതിയാണ്. വേദന ഉള്ളിടത്ത്, രോഗങ്ങൾ ഉള്ളിടത്ത് കൈകൾ വെക്കുക. കർത്താവിൻ്റെ നാമത്തിലാണ് ആ കൈകൾ വെക്കണമെന്ന് അച്ഛനോട് ചേർന്ന് അച്ഛൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കണം. കരൾ രോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കണം. ഹൃദയ രോഗികളെ ഇടത് നെഞ്ചിന് കൈവെക്കണം. ബ്രസ്റ്റിൽ ക്യാൻസർ ഉള്ളവരും ആ ക്യാൻസറുള്ള സ്ഥലങ്ങളിൽ കൈവെക്കേണ്ടതാണ്. കർത്താവ് എനിക്ക് സാക്ഷ്യം പകർത്താൻ എന്നെ സഹായിക്കും. കാരണം ഞാൻ ഉടമ്പടി ചെയ്തതാണ്.
പരമാവധി ഉടമ്പടി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ ഉടമ്പടി ചെയ്തില്ലെങ്കിലും വിശ്വാസമാണ് ഏറ്റവും വലിയ അവകാശം. നീ വിശ്വാസിയാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നീ വിശ്വസിച്ചാൽ ഉയർപ്പിൻ്റെ ശക്തി നിന്നെ ആവശ്യിച്ച് സൗഖ്യമാക്കി മാറ്റുന്നത്. മുഴയുള്ള ഇടങ്ങളിൽ കൈവെക്കുക. വെറുതെ ഇങ്ങനെ കൈമുട്ടിക്കരുത്. അപ്പം കൈ വെക്കണം ശരിക്കും. ഉദര രോഗികളുണ്ട്, രക്തസ്രാവ രോഗികൾ, വെള്ളപ്പൊക്കിൻ്റെ അസുഖങ്ങളെല്ലാം അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. മക്കളില്ലാത്തവരും അടിവയറ്റിൽ കൈവെക്കണം. കർത്താവിൻ്റെ നാമത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഞാൻ എൻ്റെ ശരീരഭാഗത്ത് കൈവെക്കുന്നത്. ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ല. ഇന്ന് കാണുന്ന ശത്രുക്കളെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം 14:13 പുറപ്പാട്. കിണ്ണിയുടെ മുഴ മാഞ്ഞുപോയ പോലെ നിൻ്റെ PCOD, നിൻ്റെ പിസ്റ്റുല രോഗങ്ങൾ, നിൻ്റെ ഫിഷ രോഗങ്ങൾ, നിൻ്റെ അൾസർ രോഗങ്ങൾ, നിൻ്റെ നടുവേദന, നിൻ്റെ സ്പൊണ്ടിലോസിസ് രോഗങ്ങൾ, നിൻ്റെ തൈറോയ്ഡ് രോഗങ്ങൾ, നിൻ്റെ തലവേദനകൾ, നിൻ്റെ ശ്വാസകോശ രോഗങ്ങൾ, നിൻ്റെ കിഡ്നി രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, ക്രിയാറ്റിൻ രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള സിസ്റ്റുകൾ, നിന്റെ വാതരോഗങ്ങൾ, നിന്റെ കാഴ്ചക്കുറവുകൾ, നിന്റെ സ്രാവരോഗങ്ങൾ, ആർസസ് രോഗങ്ങൾ, മനോരോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ യേശുനാമത്തിൽ 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 സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജീവിത സമ്മർദ്ദങ്ങളിൽ നമ്മൾ കരകാണാതിരിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. എല്ലാത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്യുന്നതിൻ്റെ ശക്തി തന്നെയാണ് പരിഹാരമെന്ന് പഴയ നിയമം പുതിയ നിയമവും നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കേൾക്കുകയായിരുന്നു. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കരുണയുടെ ചിറകിലാണ് അഭയം പ്രാപിക്കുന്നത്. ഒരു മോള് സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഭൂമി വിൽക്കാതെ തന്നെ മകളുടെ കല്യാണം കർത്താവ് നടത്തി തന്നുവെന്ന്. ഷെർലി മൈക്കിൾ ആ സാക്ഷ്യം അങ്ങനെയാണ് പോണത്. പല കാര്യങ്ങളെ ഇന്നത് സമയത്ത് ഇന്നതുപോലെ നടന്നാൽ അത് കാര്യങ്ങൾക്ക് തീരുമാനമാകുമെന്ന് നീ ധരിക്കുന്നുണ്ടാകും. അത് നിൻ്റെ ധാരണയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ ധാരണയെ അതിലംഘിക്കുന്നതാണ്. ആ സാക്ഷ്യം പറയണത് ഭൂമി വിൽക്കാതെ തന്നെ കർത്താവ് അവിടെ വലിയ കല്യാണം നടത്തി കൊടുത്തുവെന്ന്. അതാണ് ദൈവത്തിൻ്റെ വഴികൾ. അപ്പോൾ ദൈവത്തിന് ഏതൊരു വിധേനയും നിങ്ങളെ നിലനിർത്താൻ കഴിയും. വിദേശത്ത് തന്നെ ജോലിക്ക് പോകണം നിർബന്ധമില്ല. ഏത് മാർഗത്തിലൂടെയും കർത്താവിന് നിൻ്റെ ഭൗതിക ജീവിതത്തെ
നിലനിർത്താൻ കഴിയും. പ്രാർത്ഥിക്കുക, കർത്താവേ, ഏത് മാർഗത്തിലൂടെയും എൻ്റെ ജീവിതം നിലനിർത്താൻ കഴിയുന്ന നിൻ്റെ സന്നിധാനത്തിൽ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നീ പരിഹരിക്കണമേ. അത് ജോലിയാകാം കർത്താവേ, മറ്റു തരത്തിലുള്ള ജീവിത ആവശ്യങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, നിയമക്കുരുക്കുകൾ, കോടതി കേസുകൾ, കർത്താവേ, എല്ലാം പരീക്ഷാ വിജയങ്ങൾ, ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മേഖലകളിലും ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയുടെ ശക്തി നിറയട്ടെ. ശ്രുതികട ഹല്ലേലൂയ. നേർച്ച വസ്തു ആശീർവദിക്കുന്ന സമയമാണ്. നേർച്ച വസ്തു കയ്യിലെടുക്കുക. ജപമാല റാലി അച്ഛൻ കൂടി ഓർപ്പിക്കുന്നു. 26 അടുത്ത ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കും. അകലിൽ നിന്ന് വരുന്നവർ നേരത്തെ ആൾക്കാർ ഇവിടെ ഇറക്കിയതിന് ശേഷം വണ്ടി കൈകാര്യം ചെയ്യുന്ന ആരാണ് അവരെ വണ്ടി കൊണ്ടുപോയി അർത്തുങ്കലിടണം. എന്നിട്ട് അവിടുന്ന് ബസ്സിന് കാട്ടൂർക്കാവിലെ വന്നിറങ്ങണം. എന്നിട്ട് നിങ്ങളവിടെ എത്തുന്ന സമയത്ത് ഞങ്ങൾ കാട്ടൂർക്കാവിലെ എത്തിയിരിക്കും. എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വണ്ടി ഓണർമാർക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് ജവമാർ റാലിയിൽ പങ്കെടുക്കാവുന്നതാണ്. പക്ഷെ ആൾക്കാരെ കൊണ്ടുവന്നിവിടെ ഇറക്കിയിട്ട് വേണം അർത്തുങ്കലായിട്ട് ചെല്ലാൻ. ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴി പിതാവാണ് ജവമാർ റാലിയുടെ പ്രാരംഭ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. മിഷൻ സന്ദേശം നൽകുന്നത് അഫീന പിതാവ് ജെയിംസ് ആനാപറമ്പിലാണ്. റാലി ഉദ്ഘാടനം ചെയ്യുന്നത് KCBC കസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സാമുവൽ ഇർനേയൂസ് പിതാവ്. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട്. സഹായിക്കാൻ സന്മനസ്സുള്ളവർക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. പത്രം മറാഠി പത്രമുണ്ട്, നമുക്ക് തെലുങ്ക് പത്രം, കന്നഡ പത്രം, തമിഴുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദി പത്രമുണ്ട്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ ആ പത്രങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. പത്രം വാങ്ങിക്കുന്ന രസീത് കൃത്യമായി കരുതണം. ഉടമ്പടി 90 ദിവസം മാത്രമേ ഉള്ളൂ. എപ്പോഴും ഓർത്തേക്കണം, ഉടമ്പടി ടൈം എന്ന് പറഞ്ഞാൽ 90 ദിവസമാണ്. ഇപ്പം ചിലരൊക്കെ കൗണ്ടറിൽ ഇരുന്നുകൊണ്ട് അച്ഛൻ്റെ നിർദ്ദേശം കേൾക്കാത്തവർ 1 കൊല്ലം എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഒന്നുമില്ല. കറക്റ്റ് 90 ദിവസമുള്ള ഉടമ്പടിയും. ആ 90 ദിവസം നിങ്ങൾ തറവായിട്ട് പ്രാർത്ഥിച്ചും കാരുണ്യ പ്രവൃത്തി ചെയ്തും ആ വിഷയം സാക്ഷ്യം പറഞ്ഞ രീതിയിലാക്കിയെടുക്കണം. പിന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചോളും. ഇത് പുതുക്കണേൻ്റെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കാലത്ത് ഇപ്പോൾ ഒരു 2-3 കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ പുതിയ കാര്യങ്ങൾ കയറ്റാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുള്ളവർ, നാട്ടിൽ ഉള്ളവർക്ക് സമയമുള്ളവർക്ക് വേണമെങ്കിൽ അത് പുതുക്കിയെടുക്കാം. പുതിയ കാര്യങ്ങൾ ചില ആൾക്കാർ കാര്യമില്ല. ഇപ്പോൾ മകളുടെ കല്യാണം നടന്നു കഴിയുമ്പോൾ മകൻ്റെ ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുത്തച്ഛ ആങ്ങളുടെ മാറി താമസമാണ് എന്തെങ്കിലും കയറ്റിയിട്ട് ഉടമ്പടി പുതുക്കിയെടുക്കാം. അങ്ങനെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയാണ് ആ പുതുക്കൽ വെച്ചിരിക്കുന്നത്.
പക്ഷെ നീലപത്രം സീരിയസ് ആണ്. നീലപത്രത്തിൻ്റെ ചേഞ്ച് ചെയ്യണ മുമ്പ് സാക്ഷ്യം പറഞ്ഞിരിക്കണം. അത് ആ നീലപത്രത്തെ കാണും നിങ്ങൾ എന്താണ് സാക്ഷ്യം പറഞ്ഞതെന്നുണ്ടാവും. പുതിയ ഒക്ടോബർ മാസമാണ് ഈ വാർഷിക മാറ്റം വരണത് കൃപാസനത്തിൽ. ഒക്ടോബർ മാസം കഴിയുമ്പോൾ ഇതെല്ലാം പ്രാബല്യത്തിൽ വരും. അവരുടെ 3 സീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 90 ദിവസം നിങ്ങൾ വന്നെന്നില്ല എൻ്റെ അർത്ഥം. 3 പത്രത്തിൻ്റെ കാർഡ് ചിലപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആയിരിക്കത്തില്ല. എന്നാൽ 3 സീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ 3 മാസം പ്രാർത്ഥനയ്ക്ക് വന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോളം ഫില്ല് ചെയ്ത് തരാൻ അവർ കൗണ്ടറിരിക്കുന്നവർ ബാധ്യസ്ഥരാണ്. അവർ ചില ആൾക്കാർ ആവശ്യമില്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടുകായിട്ട് ഞാൻ അച്ഛൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതി ഒട്ടിച്ച് വെക്കുകയും 3 സീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോളം ഫില്ല് ചെയ്ത് തരാൻ അവർ ബാധ്യസ്ഥരാണ്. അത് ഞാനത് എഴുതി ഒട്ടിച്ച് അച്ഛൻ സീൽ ചെയ്ത് വെക്കും. ഇപ്പോൾ ഫെബ്രുവരി, മാർച്ചിൽ ചിലപ്പോൾ അപ്പം മരിച്ചു പോയി, അവർക്ക് വരാവത്തില്ല. മനപ്പുറം ഉഴപ്പരുത്. ഉഴപ്പിയ ആർക്കാ കുഴപ്പം? നിങ്ങൾക്ക് തന്നെയല്ലേ കുഴപ്പം. നിങ്ങളല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. ആ ചെയ്യരുത്. അപ്പോൾ അപ്പൻ ഫെബ്രുവരി മരിച്ചുപോയി, വരാൻ ഒത്തില്ല. പിന്നെ എന്തു ചെയ്യും? പിന്നെ മാർച്ചിലെ കാർഡും ഏപ്രിലെ കാർഡുമാണ് ഉള്ളത്. അപ്പോൾ ആ 3 കാർഡ് മേടിച്ചിട്ട് ജനുവരി, മാർച്ച്, ഏപ്രിൽ കൊടുത്തിട്ട് കോളം പുതുക്കി തരണം. അപ്പോൾ അത് അവിടെ എഴുതി ഒട്ടിച്ച് വെക്കാൻ പോകുന്ന കൗണ്ടറിൽ അവരെ ഫോളോ ചെയ്തോളൂ. ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എഴുതി ഒട്ടിച്ച് വെക്കണത്. പക്ഷെ ചില ആൾക്കാർ ചെയ്യണത് എന്താണെന്നറിയോ? അവർ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. കാര്യം 1 മാസം ഒരു പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരണം. ആരാധന കൂടണ്ടേ? നമ്മൾ യൂട്യൂബിൽ ആരാധന കൂടണതും ഇവിടെ വന്ന് കൂടണതും 2 കാര്യങ്ങളാണ്. ത്യാഗം കൂടുതൽ എന്തിനാ? ഇവിടെ വന്ന് കൂടണതിനാണ്. നമ്മൾ യൂട്യൂബിൽ എന്തിനാണ് കൂടണത്? 6 കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടുള്ള കാരണം 1 മാസം 6 ധ്യാനം കൂടണം. അതിൽ 1 ഇവിടെ 5 മീഡിയയിലുമാണ് നമ്മൾ കൂടുന്നത്. അത് ആൾക്കാർ ഭംഗിയായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇതിനകത്ത് വിശ്വാസ പ്രമാണമുള്ള കാരണം കുറച്ച് മൗലിക ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് സങ്കടവും ദേഷ്യമൊക്കെ പറഞ്ഞിട്ട് പോയി. നിങ്ങളെ വിശ്വാസ പ്രമാണം ചലിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അക്രൈസ്തവരുടെ ഉടമ്പടി നമ്മളങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. ഇത് ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടിയാണിത്. അക്രൈസ്തവർ വന്ന് എടുത്തുന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ അക്രൈസ്തവരെ ഇവിടെ ശരിക്കും അക്രൈസ്തവരോ ക്രൈസ്തവരോ എന്നല്ല ആൾക്കാരെ കാണുന്നത്. ഇവിടെ എന്താ കാണുന്നത്? രോഗത്തിന് മതവും ജാതിയും വല്ല ഉണ്ട്. പ്രശ്നങ്ങൾക്ക് ഈ കൃപാസനത്തിൽ ആൾക്കാർ വന്നെ എന്തിനാ? ജ്ഞാനസാരപ്പെട്ട് മതം മാറാൻ വരികയാണ്? അല്ല, ജീവിതം തകർന്നു പോകുമ്പോൾ വരണതാണ്. അത് ആ വന്ന മനുഷ്യനും അവരുടെ വിശ്വാസം ദൈവവുമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതുപോലത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ രീതി ഞങ്ങൾ അക്രൈസ്തവർക്ക് ഉടമ്പടി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ക്രൈസ്തവർക്കൊരു കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് പരസ്യത്തോടു കൂടി നിങ്ങൾ അവർക്ക് വേണ്ടി കൂടി ഉടമ്പടി എടുക്കാം. ഇപ്പം 4 കാര്യം നിങ്ങൾ എഴുതി, 2 കാര്യം അവർക്ക് വേണ്ടി എഴുതാമല്ലോ, ഇല്ലേ? അപ്പോൾ അവർക്ക് ആ പ്രാർത്ഥന നിങ്ങൾ വരുമ്പോൾ അവർക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ കൊണ്ടുവരിക. പക്ഷേ അതേസമയം തന്നെ ഇവിടെ അപേക്ഷ കത്ത് കൊണ്ടൊന്നും ഇടുന്നുണ്ട്. അക്രൈസ്തവ സഹോദരങ്ങൾ അപേക്ഷ കത്ത് കൊണ്ടുവന്ന് അത് ആർക്കും നമുക്ക് തടയാൻ പറ്റത്തില്ല. അപേക്ഷ കത്തുകൾ ആഗ്രഹം ദൈവം അവർ അതിന് കൃപാസനവും അച്ഛനുമായിട്ട് ബന്ധമൊന്നുമില്ല. അപേക്ഷ കത്ത് ആർക്ക് കൊണ്ടുവന്ന് ഇടാം. അവരെ ദൈവം അത് രീതി അനുഗ്രഹിക്കും. പിന്നെ അച്ഛനെ അവർക്ക് കാണണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ആൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. കാര്യം ഇപ്പോൾ ഒരു മാസം തന്നെ 10,000-7,000 ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടി അച്ഛനെ കാണാൻ വന്നു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ അത്രയും ആവതുമില്ല നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് പോകുന്ന ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആദ്യം 4 ഉടമ്പടി പുതുക്കിയവരുണ്ട്, പിന്നെ 3 പുതുക്കിയവരുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ 2 വരത്തുള്ളൂ. അപ്പോൾ അവിടെ മതിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കാർഡ് ഉണ്ടാകണം. അങ്ങനെയുള്ളവരെയാണ് അച്ഛൻ. അപ്പോൾ നമുക്കറിയാൻ പറ്റും അവരത്രയും പ്രവർത്തനം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള തെളിവൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ കാണാനുള്ള അവസരം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടും. പക്ഷേ അച്ഛനെ കാണാൻ വേണ്ടി ആരും ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി അച്ഛനുമായിട്ട് കാണുന്ന കാര്യം കണക്റ്റഡ് അല്ല. വാഗ്ദാന പേടകവും അച്ഛനുമായിട്ട് എന്താ കണക്ട്? അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഏർപ്പാടല്ലേ. വാഗ്ദാന പേടകവും അല്ലേ അതിൻ്റെ പ്രാർത്ഥന, അതും അച്ഛനുമായിട്ട് എന്താ ബന്ധം? ഞാൻ ഇന്നലെയല്ലേ ജനിച്ചത്. ഇത് 14,000 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. 2,000 കൊല്ലം കൊണ്ടാണെങ്കിൽ ഉടമ്പടി രൂപപ്പെട്ട് ഇന്നത്തെ രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോഴേ ഇത് കർത്താവും നിങ്ങളും തമ്മിലുള്ള വിഷയമാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനും സാക്ഷ്യം പറയാനും കഴിയും. പിന്നെ ഒരു ധ്യാന കേന്ദ്രമാകുമ്പോൾ കൗൺസിലർ ഉണ്ടാവും, അച്ഛന്മാരും കൗൺസിലർ ഉണ്ടാവും, ലേമാനും ഉണ്ടാവും, ഞാനും കൗൺസിലറാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാര്യം നല്ല തിരക്കുണ്ട്, നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, എപ്പോൾ വന്നാൽ ഇത് തന്നെയല്ലേ അവസ്ഥ. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള കൃത്യമായിട്ടൊക്കെ പാലിച്ചു പോകുന്ന ആൾക്കാരെ ആദ്യം കണ്ടു മാറ്റുന്നത്. പക്ഷേ രോഗികൾക്ക് അതൊന്നും ബാധകമല്ല. ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, അങ്ങനെ രോഗികളെല്ലാം ഒരു 10-100 രോഗികളെ എല്ലാ പ്രാർത്ഥനാ ദിവസവും അച്ഛൻ ഒരു ഉടമ്പടിയുമില്ലാതെ കാണുന്നുണ്ട്.